എ പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. നിലമ്പൂരിലെ സിഗ്നേച്ചർ സ്റ്റുഡിയോ ഉടമയും ഫോട്ടോഗ്രാഫറുമായിരുന്ന ഷിബുവിന്റെ നിര്യാണത്തിൽ അനുസ്മരണ യോഗം നടത്തി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡിൽ അനുസ്മരണ യോഗം നടത്തിയത്. ഗഫൂർ റെനീമിഡിയസ് അധ്യക്ഷത വഹിച്ചു. പി കെ വിനോദ് മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഉറപ്പിച്ച് പറയുന്നതിൽ, അടിവരയിട്ട് പറയുന്നതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. അദ്ദേഹം എൻ്റെ സുഹൃത്താണെന്ന് പറയുന്നതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. നിശബ്ദമായി ജീവിക്കുക, ആർക്കും ഒരു പ്രയാസവും ഉണ്ടാക്കാതെ. കഴിഞ്ഞ ദിവസം ഷിബുവിൻ്റെ മരണത്തെ സംബന്ധിച്ച് ഇങ്ങനെ സംസാരിച്ച സമയത്ത് നമ്മൾ നാട്ടിൻപുറത്തൊക്കെ പറയാറുണ്ടല്ലോ, വായിൽ വിരലിട്ടാൽ കടിക്കാത്ത ഒരു മനുഷ്യൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു ഷിബു എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നത് ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ ചില ആളുകൾ അവർ പോലും അറിയാതെ നമ്മുടെ മനസ്സിൽ കുടിയേറുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ തിരിച്ചറിയുക. ആ ആൾക്ക് ഷിബു ആരായിരുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷെ അയാളിങ്ങനെ പറഞ്ഞ് വിതുമ്പുന്നതും കണ്ണുനീർ തോന്നുന്നതും ഞാനിങ്ങനെ ലൈവായിട്ട് കണ്ടിരുന്നു. അങ്ങനെ എത്ര മനുഷ്യർ, അങ്ങനെ എത്ര പേരുണ്ടാവും. ഷിബുവിൻ്റെ ഒരു അനുശോചന യോഗം നിലമ്പൂർ അങ്ങാടിയിൽ സംഘടിപ്പിക്കുമ്പോൾ ഞാൻ കരുതിയിട്ട് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അല്ല, ഇവിടെ പേരെഴുതി ഒപ്പിട്ടിരിക്കുന്ന ആളുകളും ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളും നിരവധിയാണ്. യൂസഫ് കാസിനോ, പ്രദീപ്, മുജീബ്, തോമസ് കുട്ടി ചാലിയാർ, നിഷാദ് കൊടിക്കാരൻ, വിശ്വൻ, അതുല്യ, മുഹമ്മദ് അലി, തോമസ് കോശി, സുധീർ, കെ സജീവ്, നജീബ്, ജിതേഷ് ചുങ്കത്ര എന്നിവർ സംസാരിച്ചു. പൂക്കോട്ടുംപാടം നന്നമ്പ്ര വീട്ടിൽ ഷിബുവിന്റെ പ്രവർത്തന മണ്ഡലം നിലമ്പൂരാണ്. കഴിഞ്ഞ 4 നൂറ്റാണ്ടായി നിലമ്പൂരിൽ സിഗ്നേച്ചർ എന്ന പേരിൽ സ്റ്റുഡിയോ നടത്തിവരികയാണ്. ഷിബുവിന്റെ ആകസ്മിക മരണം ഫോട്ടോഗ്രാഫർമാരെ മാത്രമല്ല നിലമ്പൂരിനെ തന്നെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഏറെ സൗഹൃദങ്ങളുടെ വലയം പൂക്കോട്ടുംപാടത്തും നിലമ്പൂരുമായി ഷിബുവിനുണ്ട്. നിലമ്പൂർ പി കെ ബിൽഡിംഗിലാണ് സ്റ്റുഡിയോ പ്രവർത്തിക്കുന്നത്. തലക്കുള്ളിലെ നീർക്കെട്ടിനെ തുടർന്നുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ശേഷം വീട്ടിൽ വിശ്രമിക്കുന്നതിനിടയിലാണ് വ്യാഴാഴ്ച ഷിബുവിന്റെ വിയോഗമുണ്ടായത്. എ പ്ലസ് വിഷൻ, നിലമ്പൂർ. സ്കൈ വേവ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ മലപ്പുറം.